സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് നമ്മുടെ ഫാമില് കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇന്നത്തേക്ക് 29 ദിവസമായി. നമ്മുടെ ഫാമില് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം നമുക്ക് തീറ്റപ്പാത്രം വെള്ളപ്പാത്രം ഒക്കെ ഒന്ന് പൊന്തിച്ചു വെക്കണം. തറ ഒന്ന് ചകിരിച്ചോറ് ഇളക്കാൻ വേണ്ടിയാണത്. അപ്പൊ നമ്മള് തീറ്റപ്പാത്രം വെള്ളപ്പാത്രം എല്ലാം പൊന്തിച്ചു വെച്ചിട്ടുണ്ട്. പൊന്തിച്ചു വെക്കാൻ കാരണം അത് അല്ലെങ്കിൽ തറ ഇളക്കുന്ന സമയത്ത് കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെള്ളമെല്ലാം ഫാമിൽ തട്ടിമറിക്കും. വെള്ളം തട്ടിമറിച്ചു കഴിഞ്ഞാൽ ഫാമിൽ സ്മെല്ലുണ്ടാകും. അതുകൊണ്ടാണ് ഈ തീറ്റപ്പാത്രം വെള്ളപ്പാത്രം എല്ലാം പൊന്തിച്ചു വെക്കുന്നത്. ഇത് ദിവസവും രാവിലെ ഇങ്ങനെ തറ ഇളക്കാൻ നേരത്ത് പൊന്തിച്ചു വെക്കാറുണ്ട്. ഇത് ഒരു കോഴി ഇന്ന് അറ്റാക്ക് ആയിട്ട് ചത്താണ്. 29 ദിവസമായപ്പോഴത്തേനും 58 കോഴി അറ്റാക്ക് വന്ന് ചത്തിട്ടുണ്ട്. ഫാമിലെ ഏറ്റവും വലിയ കോഴി നോക്കിയാണ് അറ്റാക്ക് വന്ന് ചാകുന്നത്. ദിവസം 2, 3, 4 അങ്ങനെ ചാകും. എന്താ കാരണം എന്നൊന്നും അറിയില്ല. ഒരു കുഴപ്പമില്ലാത്ത കോഴി ഇങ്ങനെ അറ്റാക്ക് ആയിട്ട് ഇങ്ങനെ മലന്ന് കിടക്കുക ഉണ്ടാകുക. ഇനി നമുക്ക് തറ മൊത്തം ഒന്ന് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാം. ഈ കാണുന്ന സാധനം കൊണ്ടാണ് നമ്മൾ തറ ഇളക്കുന്നത്. ഒരു GI പൈപ്പിൽ പട്ട വെച്ചിട്ട് ത്രികോണം പോലെ ചെയ്താണ്. അപ്പൊ നമ്മൾ തറയിലിട്ട ചകിരിച്ചോറ് മൊത്തം ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ചകിരിച്ചോറ് ഇളക്കാതെ ഇരുന്ന ഫാമിൽ സ്മെല്ലുണ്ടാവും, ഈച്ച ശല്യം ഉണ്ടാവും. ഈച്ച ഉണ്ടെങ്കിൽ കോഴിയെ ഈച്ച പിടിക്കും. അപ്പൊ മൂടിച്ചീച്ചൽ പോലെ ഒരു അസുഖം ഉണ്ടാകും കോഴിക്ക്. കോഴി ചത്തുപോവില്ല, പക്ഷെ കോഴീനെ എടുക്കാൻ ആളുണ്ടാവില്ല. അതാണ് ഈ തറ ഇളക്കിയിട്ടില്ലേ ഉണ്ടാകുന്ന അസുഖങ്ങൾ. പിന്നെ ഇത് ഇളക്കിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുഴുകൾ ഉണ്ടാകും. ഇതൊക്കെയാണ് ഇളക്കിയിട്ടില്ലുള്ള പ്രശ്നം. ഡെയിലി ഇളക്കിയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, സ്മെല്ലുണ്ടാവില്ല, പറഞ്ഞ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത് നമ്മൾ തീറ്റയാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 4 ചാക്ക് തീറ്റയോളം ഇന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് SKM തീറ്റയാണ് ഉള്ളത്. നമ്മൾ സ്ഥിരം കൊടുക്കുന്ന SKM ആണ്. തീറ്റേന്റെ 3ാം സ്റ്റേജ് ഫിനിഷറാണ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ട് നിൽക്കുന്നത്.